ഹലോ. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ആസ് എ മോം ടു എ ബേബി എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സും എൻ്റെ ഡെൻറ്റിസ്ട്രിയും എല്ലാം ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്, എസ്പെഷ്യലി ഹെക്ടിക് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ പർച്ചേസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ. ഇന്ന് അങ്ങനെയുള്ളൊരു പർച്ചേസ് ജേണിയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. വെൽക്കം ടു ഡേ 1 ഓഫ് ട്രാവൽ സീരീസ് പാർട്ട് 2. ഇത്തവണ നമ്മൾ കൽക്കട്ടയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം നൈറ്റ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സ്വിഗ്ഗീസ് ബെസ്റ്റ് ഇൻ ബർഗർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഫ്ലെയിമിംഗ് ഹോട്ട് ചിക്കൻ എന്ന ബർഗർ സ്പോട്ടിലേക്കാണ്. അവരുടെ മെനുവിലെ പുതിയ ഐറ്റം ആയിട്ടുണ്ടായിരുന്ന ചീസി സിസ്ലർ സാൻഡോ ആണ് നമ്മൾ ട്രൈ ചെയ്തത്. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ട് എത്തി, ചെക്കിനൊക്കെ കഴിഞ്ഞു, ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇന്നത്തേത് നമുക്കൊരു ഷോർട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഹൈദരാബാദിൽ ഒരു 1 hour ലേ ഓവർ നമുക്കുണ്ട്. ഹൈദരാബാദ് എത്തി അഗെയിൻ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഏകദേശം ഉച്ചയോടെയാണ് നമ്മൾ കൊൽക്കട്ട എത്തുന്നത്. കൊൽക്കട്ടയിലെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. നമ്മൾ ഇന്ന് അവിടെ പോകുന്നത് ഒരു മാനുഫാക്ചറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈശാഖ് വൈശാലി ഒരു മേജർ ട്രാൻസ്ഫോർമേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. റെനോവേഷൻ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളോട് ഞാൻ വഴിയെ പറയുന്നുണ്ട്. എൻ്റെ സ്വന്തം വൈശാലിയിലേക്ക് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ മാനുഫാക്ചറിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ന്യൂ ബോൺ ആൻഡ് കിഡ്സ് ഡ്രസ്സാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് കുറച്ച് ഫീഡിങ് നൈറ്റി, ഫീഡിങ് ടോപ്പെല്ലാം ഓൺ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി മാനുഫാക്ചറിനെ മീറ്റ് ചെയ്തു. പുള്ളിക്കാരൻ ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായത്, ഇവിടെ ഒരുപാട് ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണുള്ളത്. ഇൻഫാക്ട് നമുക്കെല്ലാം അറിയുന്ന പല ബ്രാൻഡ്സും, ഫോർ എക്സാമ്പിൾ സ്റ്റുഡിയോ, അവരുടെയൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇവിടെയാണുള്ളത്. എൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇവിടെ കട്ടിങ്, ലെയറിങ്, സ്റ്റിച്ചിങ്, അയണിങ്, പാക്കിംഗ് അങ്ങനെ എല്ലാം നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയി തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാനിങ് എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഓൺ ബ്രാൻഡിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്വാളിറ്റി ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റും എന്ന വിശ്വാസത്തിൽ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇന്നത്തെ ദിവസം ഒന്നുമേ കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഒരു റെസ്റ്റോ ബാറിലേക്കാണ് പോകുന്നത്. ഡിന്നറൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോകണം. നാളെ നമുക്ക് ഒത്തിരി പർച്ചേസ് ചെയ്യാനുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ഡേ 1.